ഹലോ, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്ന് ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ്. ഇന്നത്തെ ദിവസമാണ് ഞങ്ങൾ ഷോപ്പിലേക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങാണ്ട് പോകുക. അപ്പോൾ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ സ്കൂൾ ഗേറ്റിലത്തെ ഫ്രൂട്ട് മാർക്കറ്റിലാണ് പോകുക. അവിടെ ആകുമ്പോൾ ഹോൾസെയിൽ ആ റേറ്റിലാണ് കിട്ടുക. ഞങ്ങൾ അവിടെ പോയിട്ട് തന്നെ എല്ലാ വർഷവും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും അവിടെ പോയിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്ത് വെക്കേണ്ട ചുമതല എനിക്കാണ്. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുമെന്ന് അതിൻ്റെ മുകളിൽ ആദ്യം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് മൊസമ്പി ഞാൻ ബാലൻസിലുള്ള മൊസമ്പി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പുതിയതായിട്ടുള്ള മൊസമ്പി എടുത്ത് വെക്കാൻ പോവുകയാണ്. നല്ല 1.5 വെയിറ്റ് ഉണ്ട്. എന്നാലും എന്താ പറയുക, നമ്മുടെ തൊഴിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അല്ലേ, അതാണല്ലോ പിന്നെ സ്ത്രീ സമത്വം എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഇതൊക്കെയായിരിക്കും അല്ലേ. പിന്നെ എന്തായാലും അവർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുക. അതിനിടയിൽ കസ്റ്റമർ വരുന്നുണ്ട് ചായ മേടിക്കാൻ വേണ്ടി, ചായയും സിഗരറ്റൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഈ മൊസമ്പിയാണ് ഞാനിപ്പോൾ ആദ്യം എടുത്ത് വെക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് പറക്കി വെക്കണം. എന്നിട്ട് വേണം അടുത്ത ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി. ഇതിപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ച കുറച്ച് കച്ചവടം കുറവായിരുന്നു. ആൾക്കാർ കുംഭമേളക്കൊക്കെ പോയിട്ട് ആൾക്കാർ നന്നായി കുറവാണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം പറക്കി വെച്ച് കഴിഞ്ഞു. ഇത് ബാലൻസ് ഇനി വേറെ നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് ആദ്യം ഞാൻ ചെയ്യുക, ഈ ബാലൻസ് വരുന്ന പിന്നെ മൊസമ്പിയാണ് എടുത്ത് ജ്യൂസ് അടിക്കാൻ പോവുക. ഇനി എടുത്ത് വെക്കുന്നത് എന്താണ് പറയുക, പിന്നെ സപ്പോട്ടയാണ്, നാടൻ സപ്പോട്ടയാണ്. സാധാരണ രീതിയിൽ സപ്പോട്ട വേഗം പഴുത്ത് വരാൻ വേണ്ടിയിട്ട് മരുന്നിടാറുണ്ട്. പക്ഷേ ഇതിൽ മരുന്ന് ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായി തന്നെ പഴുത്ത് വരട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് നമുക്ക് തിന്നാനൊക്കെ ഒരു ധൈര്യപൂർവ്വം തിന്നാലോ അല്ലേ. ഫ്രൂട്ട്സൊക്കെ കാണുമ്പോൾ തിന്നണമെന്ന് തോന്നും. അപ്പോൾ മരുന്നിട്ടതാകുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിൽ ക്യാൻസറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പഴം തിന്നുമ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ അയ്യോ 2-3 താഴെ പോയിട്ടുണ്ട്, അതിനിപ്പോൾ പിന്നെ എടുത്ത് വെക്കണം. പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും കസ്റ്റമർ വിളിക്കുന്നുണ്ട്. സിഗരറ്റ് വേണമെന്നിട്ടുള്ള സ്മോളാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. കിങ്ങിൻ്റെ ചെറുതാണ് സ്മോൾ. ഓക്കെ. പിന്നെ വെള്ളം ചോദിക്കുന്നുണ്ട് കസ്റ്റമർ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം. അവരുണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സുകാരനെ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അവരിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങൾക്ക് കൊടുത്ത് പൈസ വാങ്ങേണ്ടത്, നമ്മൾ ചിലവിനൊക്കെ കണ്ടെത്തേണ്ടത് ഈ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അവരെ ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. ഇനി അടുത്തത് എടുക്കണം. അതിനിടയിൽ പിന്നെയും സിഗരറ്റിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അവരിപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ചമയം വെറുതെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയുമൊന്നുമില്ല. അപ്പോഴപ്പോഴേ ആൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുറച്ച് സമയമെങ്കിലും റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ പറ്റൂല. കടയിലാകുമ്പോൾ ഫുൾ ടൈം നിൽക്കുക തന്നെ ചെയ്യണം. പിന്നെ ഇതിപ്പോൾ ബട്ടർ ഫ്രൂട്ടാണ്, ചെറുതാണ്. ബട്ടർ ഫ്രൂട്ട് നല്ലയുണ്ട്. ഇത് ഇപ്പം ഞാൻ എടുത്തു വെച്ചത് ആപ്പിള്, അതിൻ്റെ അടിയിൽ ബട്ടർ ഫ്രൂട്ടാണ്. അപ്പോൾ ബട്ടർ ഫ്രൂട്ടിന് നല്ല വിലയുണ്ട്. ജ്യൂസിനൊക്കെ തന്നെ ഭയങ്കര വിലയാണ്, കഴിക്കുന്നവർക്ക് മനസ്സിലാവും. ഞങ്ങൾ പക്ഷേ 60-70 ആളുകൾ നോക്കിയിട്ടാണ് കൊടുക്കുക. ഡെയിലി വരുന്നത് നമ്മൾ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ബട്ടർ ഫ്രൂട്ടാണ്. പിന്നെ ഇനി ആദ്യം സിഗരറ്റിന് ആൾ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് പണി. ചായ എടുത്തിട്ടുണ്ട്. ചായയും ഒരു സ്മോളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ ചായയും പരിപ്പ് വട അല്ലെങ്കിൽ ചായ പഴംപൊരി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചായ സ്മോള് വലിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, വീണ്ടും ഞാൻ എൻ്റെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇനി വെക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ആപ്പിളാണ്. ആപ്പിൾ എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം കുറച്ചായിട്ടാണ് വാങ്ങാറ് കേട്ടോ. ഒരുപാട് വാങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക വേസ്റ്റാക്കാൻ നിൽക്കാറില്ല. ആവശ്യത്തിന് പോയിട്ട് വാങ്ങിച്ചേർന്ന്. ഞങ്ങളുടെ ഷോപ്പിനടുത്താണ് ഫ്രൂട്ട് മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ പോയാൽ മതിയല്ലോ അല്ലേ, അതാണ് ബെറ്റർ. വീണ്ടും ആൾക്കാർ വന്നിട്ടുണ്ട്. വിമലിനാണ് ഗുഡ്ക എന്ന് പറയും, പാൻപരാഗ് പോലുള്ള സാധനങ്ങളില്ലേ, അതിൽ വിമൽ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള 10 രൂപയാണ്. ഇവിടെ ഇതൊക്കെയാണ് കച്ചവടം കൂടുതലിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലീസ് അപ്പം തന്നെ പിടിച്ചുകൊണ്ട് പോകും. ഇത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ പിന്നെ ഈ എടുക്കുമ്പോഴപ്പോഴും കൈച്ചൊറിയാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തൊടാൻ ഭയങ്കര പാടാണ്. അതിൻ്റെ മുള്ളു പോലത്തെ സാധനം കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ചൊറിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. കണ്ടോ, അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണാവോ, വീണ്ടും വിമലിന് ആൾ വന്നിട്ടുണ്ട്. പുറത്ത് ആളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ എടുത്തത് ചൈനീ കനിയാണ്. ഓരോരോ സാധനം അങ്ങനെ
ഇത് ഇപ്പം ഞാൻ എടുത്തു വെക്കുന്ന മസ്കമലൻ എന്ന് പറയും. ഈ നമ്മളെ സാധാരണ കക്കിരിക്കയും വെള്ളരിക്കയും പോലുള്ള സാധനമാണ്. പക്ഷേ ഇത് കറി വെക്കാൻ ഉപയോഗിക്കുന്നതല്ല, പിന്നെ എന്താ പറയുക, ജ്യൂസ് അടിക്കുന്നതാണ്. ഇപ്പോൾ എടുത്തു വെച്ചു സിഗരറ്റ്. എന്താ മൊത്തത്തിലെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അത് നന്നായിട്ട് ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ കാണുമ്പോൾ തന്നെ ജ്യൂസ് കുടിക്കണം തോന്നണം, ആ രീതിയിൽ നമ്മൾ പറക്കി വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും സിഗരറ്റ് വേണ്ട. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ ആഴ്ചയിലും ഇത് കൊണ്ടുവരുമ്പോഴൊക്കെ ഞാൻ പറക്കി വെക്കുക. ഇത് സാറ്റർഡേ സ്പെഷ്യൽ ജോബാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നത്. ഇതിലെല്ലാവർക്കും ബൈ.